ജയലളിതയുടെ സമാധി അവിടെ എവിടെയും കാണാം. പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ എന്തോ ഇതാണ് അവിടെ കാണുന്നതാണ് ജയലളിതയുടെ സമാധി. MGRൻ്റെ സമാധിക്കുള്ള സ്ഥലമാണ് ആ കാണുന്നത്. ചെറിയ വ്യത്യാസമുള്ളവർ തമ്മിലുള്ള സമാധികൾ തമ്മിൽ. സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്താണിത്. പല സമാധിയും കേട്ടോ അവിടെ. നല്ലൊരു മരങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ധാരാളം ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടൊക്കെ വരുന്നുണ്ട്. ആര് സമാജം ഇതറിയില്ല കേട്ടോ. അത് ഒരു മാർബിളിൽ കൊത്തിയാല ശില്പം നല്ല ഭംഗിയിൽ കാണാം. ഇവിടെയും ധാരാളം ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ജയലളിതയുടെ അവിടെയാണ് കൂടുതൽ ആളുകളുള്ളത്. അവിടെ MGR കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം. ഈ സമാധി കഴിഞ്ഞാലാണ് അതിൻ്റെ പിന്നിലാണ് കടലുള്ളത്, ബംഗാൾ ഉൾക്കടൽ. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉണ്ട് ഇവിടെ. പ്ലെയിനൊക്കെ പോണ കണ്ട. പെരിങ്ങറണ്ണ മ്യൂസിയം ഇവിടെയുണ്ട് ഒരു മ്യൂസിയം. പക്ഷെ മ്യൂസിയങ്ങളൊന്നും ഈ നേരത്തെ തുറന്നു കൊടുക്കണ കാണാനില്ല. ഒരു കാലത്തൊക്കെയാണ് നമ്മൾ തുറക്കണം. ജയലളിതയുടെ സമാധി ഇവിടെ നിന്നാൽ അകലെന്ന് കാണാം. അത് അടുത്തടുത്ത കോമ്പൗണ്ടുകളാണ് സത്യത്തിൽ. ഈ ഏരിയ മുഴുവൻ മറീന ബീച്ചായിരുന്നു. അതിവർ ഈ സമാധിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാർ സമാധിക്ക് വേണ്ടിയിട്ട് ഏരിയ മുഴുവൻ സ്മാരകമാക്കി നല്ലൊരു ബ്യൂട്ടിങ് സ്പോട്ടാക്കി മാറ്റിയിരിക്കുക. ഇവിടെ ധാരാളം ആളുകൾ ഡെയിലി വരുന്നുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുണ്ടാവും. ഇതാണ് അണ്ണാദുരൈ എന്നാണുള്ള സമാധി. ഇയാൾ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശവസംസ്കാരത്തിൽ പങ്കെടുത്തുള്ളത് ഈ പെരുവണ്ണാർ അണ്ണ എന്ന ആളുടെ ശവസംസ്കാരത്തിലാണ്. എത്ര കോടി ആളുകൾ, അതിൻ്റെ വേൾഡ് റെക്കോർഡ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. എത്രയോ കോടി ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയണത്. ഒരു 10-50 മേലെ കൊല്ലമായി, 54 കൊല്ലം മറ്റതിൻ്റെ. ഇതൊരു താഴിയക്കുടം. ഇതൊക്കെ ടൈലൊക്കെ മാർബിൾ മാതിരി ഇട്ടിട്ടുണ്ട്. ഇതാണ് കരുണാനിധിയുടെ സമാധി. കരുണാനിധിയുടെ നല്ലൊരു കുടം ഉണ്ട്. ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. എപ്പോഴും ഇതാണ് കരുണാനിധി. ഇപ്പോൾ ഈ സ്റ്റാലിൻ്റെ ഭരണമായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ നന്നായിട്ട് മിനിക്കുന്നുണ്ട്. സ്റ്റാലിനാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി. ഇവിടെ വേറെ എന്തൊക്കെയോ ശവകുടീരങ്ങളുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ഇത് DMK ആളുകളുടെ സ്ഥലമാണ്. അപ്പുറത്ത് ജയലളിതയുടെ ആളുകളുടെ സ്ഥലമാണെങ്കിൽ
ADMK ആളുടെ സ്ഥലമാണെങ്കിൽ ഇത് DMK ആളുകളെ സ്ഥലമാണ്. അവരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. Quality will rise only when the wisdom spreads and the criticism abolished. അത് മഹാന്മാരെ വാക്കുകളുമായി എഴുതിച്ചതാണ്. ഇത് മറീന ബീച്ച് എന്ന് പറയുന്ന 5-6.5 കിലോമീറ്ററുള്ള ബീച്ച് കൺവെർട്ട് ചെയ്തിട്ട് ഇവരിത് ഇവിടെ ഒരു സമാധി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ സത്യത്തിലൊക്കെ ബീച്ചാണ്. ഇവിടെ ഒരു കലൈഞ്ഞർ മ്യൂസിയം ഉണ്ട്. പൈസ ഉണ്ടോയെന്ന് അറിയില്ല. മ്യൂസിയത്തിലേക്കാണ് ആൾക്കാർ ഈ വഴി പോണത് കാണുന്നുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വലിയ ബിൽഡിങ് കൂടെ കാണുന്നുണ്ട്. ഇവിടെ നിന്നാൽ ബീച്ച് കാണാം. ഇത് ജലലധരനും കൂടുതൽ സ്ഥലമുള്ള മാതിരി തോന്നുന്നു. പക്ഷേ ആളുകൾ കൂടുതൽ ജലലധര ഭാഗത്താണ്. ജലധര കുടീരത്തിൻ്റെ ബാക്ക് ഭാഗമാണ് കാണാം. മ്യൂസിയത്തിൻ്റെ ബാക്ക് ഭാഗം. ഇവിടെ നിന്നാൽ മറീന ബീച്ച് കാണും. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ബീച്ചുകളൊന്നായ 6.5 കിലോമീറ്ററോളം നീളമുള്ള മറീന ബീച്ച്. ഈ ബീച്ച് ഇങ്ങനെ 6.5 കിലോമീറ്ററോളം നീളത്തിലുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ബീച്ചിൽ 6.5 കിലോമീറ്റർ നീളത്തിൽ വന്നിട്ട് വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കും. ബീച്ചിൻ്റെ എൻട്രൻസ് ഇവിടെയല്ല, അത് വേറെ സ്ഥലത്താണ്, ഫ്രണ്ടിലാണ്. ഇവിടെയൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഇവിടെ ഇനിയധികം കാണാനില്ല. അപ്പുറത്തെ സൈഡും അവിടുത്തെ മാതിരി തന്നെ മഹാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ട, എന്താ കാര്യം അറിയില്ല. ഹിന്ദിക്കാരാണ് അധികം ഫോട്ടോ എടുക്കണം. പക്ഷെ ഹിന്ദിക്കാർക്ക് സത്യത്തിൽ ഇതെന്താണെന്ന് അറിയില്ല. എന്താ വരെ മഹാമാരി എഴുതി വെച്ചുള്ള കാശാണ് ഇതിൽ എഴുതിയുള്ളത്. പക്ഷേ ഹിന്ദിക്കാർക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് കറക്റ്റായിട്ടൊന്നും അറിയാമെങ്കിൽ അവരവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് പുറത്തേക്ക് പോവാം. ശരി.